വെൽക്കം ടു മോൾ മാത്യൂസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ബിരിയാണി. ചക്ക ബിരിയാണി ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ ഇത്രയും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വേറൊരു ബിരിയാണി ഉണ്ടാവത്തില്ല. ചക്ക ബിരിയാണിക്ക് വേണ്ടി ഞാൻ പോത്തിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയുള്ള ഇറച്ചിയാണ്. പോത്തിൻ്റെ റിബ്സിനാണ് ടേസ്റ്റ് കൂടുതൽ. നമ്മളിതിലേക്ക് കുറച്ച് മസാല ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് കഴുകി ക്ലീനാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, ഉപ്പ്, 2 ടീസ്പൂൺ വിനാഗിരി. വിനാഗിരി ഒഴിക്കുമ്പം ഇറച്ചി നല്ല സോഫ്റ്റായിട്ടൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ഇതിലേക്ക് ഒരു വലിയ തുടം വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർക്കുന്നു. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ചക്കയ്ക്ക് നല്ലതാണ്. ഇഞ്ചി ഇറച്ചിക്കുള്ള പാകത്തിന് മതി. കുറച്ച് കറിവേപ്പില ചേർക്കാം. 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഞാനിത് മൺചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. മൺചട്ടി വേവിച്ചെടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഒരു പ്രത്യേക സ്വാദാണ്. പക്ഷേ കുറച്ച് സമയമെടുക്കും. സമയമില്ലെങ്കിൽ കുക്കറിൽ വേവിച്ചെടുത്താലും മതി. കുക്കറിലാണെങ്കിൽ ഒരു പ്രാവശ്യത്തെ വിസിലടിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് ഇറച്ചി വേവിനനുസരിച്ച് വേവിച്ചെടുക്കണം. ചക്ക ഒരുക്കുമ്പോഴത്തേക്ക് ഇറച്ചി നമുക്ക് വെന്ത് കിട്ടും. നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി 2.5 കപ്പ് തേങ്ങയുണ്ട്. എണ്ണയൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്കൊന്ന് വറുത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ബാക്കി മസാലകളോട് ചേർത്ത് തേങ്ങ മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി മസാലകളോട് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരു 3-4 ചെറിയ ഉള്ളി ചേർക്കാം. തേങ്ങയും ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന ഒരു മണം വരുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു മണമാണിത്. ഇതിലേക്ക്
മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം മുളക് പൊടി ചേർക്കാം. മല്ലി മൂത്ത മണം വരണം, അതിന് നല്ല ടേസ്റ്റാണ്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പിരിയമുളക് പൊടി ചേർക്കാം. പൊടികളും തേങ്ങയും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഞാനതൊരു ഇടികല്ലിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നതേ ഉള്ളൂ. ചൂടുള്ളത് കൊണ്ട് ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞാൽ മതി. മിക്സിയിലിട്ട് പൊടിക്കേണ്ടൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ചക്ക ചേർക്കാം. ഇറച്ചിയുടെ മേളിലേക്ക് ചക്ക ചേർക്കുമ്പം ചക്ക അടി പിടിക്കത്തില്ല. കപ്പയാണെങ്കിൽ വേവിച്ചിട്ടാണ് ഇടുന്നത്. മസാല ചേർക്കാം. ചക്ക വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. ഇറച്ചിയിൽ വെള്ളമില്ലായിരുന്നില്ല. കുക്കറിലാണ് ഇറച്ചി വേവിച്ചിരുന്നെങ്കിൽ ഇറച്ചി കുറച്ച് വെള്ളം കൂടെ കണ്ടേനെ. അപ്പം ചക്ക വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഇറച്ചിയുടെ ഉപ്പ് നോക്കിയിട്ട് ചക്കയ്ക്കുള്ള പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് ആവി കയറട്ടെ. ഞാനൊരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിരുന്നു ചക്കയ്ക്ക്. മൊത്തം ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 കിലോ ഇറച്ചിയും 1.5 കിലോ ചക്കയുമാണ്. ചക്ക ക്ലീൻ ചെയ്തെല്ലാം എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോൾ 1.5 കിലോ ആയിരുന്നു. നമ്മൾ ഇറച്ചിയിലൊട്ടും സവോള ചേർത്തിട്ടില്ല. ഇറച്ചിക്ക് ചെറിയുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് നമുക്ക് കടുക് പൊട്ടിക്കണം. നന്നായിട്ട് ചെറിയുള്ളി ചേർക്കാം. ഉള്ളി താളിച്ചെടുക്കാൻ വേണ്ടി ചൂടാ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിടാം. പച്ചമുളക്, ഞാനൊരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അസാധ്യ ടേസ്റ്റാണ്. ചക്ക ഇഷ്ടമുള്ള എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം അറിയിക്കണം. താങ്ക് യു ഓൾ.